വെൽക്കം ബാക്ക് ടു an all new episode of All Things Considered. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ലോകത്തിലെ ഇലക്ട്രിക് വെഹിക്കിളുകളുടെ ഒരു ബിഗ് ഡാഡി എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് BYD ആണ്. BYDയുടെ C-Line 7 എന്ന് പറഞ്ഞ മോഡലാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. അപ്പോൾ BYD C-Line 7ൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. വളരെ ചുരുങ്ങിയൊരു കാലയളവ് കൊണ്ട് എസ്റ്റാബ്ലിഷ് ആയ ഒരു ബ്രാൻഡാണ് BYD. BYDയുടെ ഇലക്ട്രിക് ഡ്രൈവ് ട്രെയിൻ ആണെങ്കിലും അവരുടെ ബാറ്ററി ആണെങ്കിലും അവരുടെ ടെക് ആണെങ്കിലും അത് അത്ര ക്വാളിറ്റി ഉള്ളതാണെന്ന് വളരെ ചുരുങ്ങിയൊരു സമയം കൊണ്ട് ആൾക്കാരിലേക്ക് അവർക്ക് എത്തിക്കാൻ പറ്റി. അത് തന്നെയാണ് അവരുടെ വിജയം. നമ്മുടെ കൂടെയുള്ള ഇന്ന് C-Line 7 ആണ്. നമുക്കിവൻ്റെ ഡിസൈനും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആദ്യം കണ്ണിൽ പെടുന്ന ഇവൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഡിസൈനിൽ ഇപ്പോൾ ലൈറ്റിന് നേരെ താഴെ കിടക്കുന്നതുകൊണ്ട് തന്നെ കാണാൻ പറ്റും. ഇവൻ്റെ ബോണറ്റിൽ 2 ക്യാരക്ടർ ലൈൻസ് ഉണ്ട്. എന്തൊരു ഭംഗിയാന്ന് നോക്കുക ലൈൻസ് കാണാനായിട്ട്. വെട്ടി വെച്ചിരിക്കുന്ന പോലെ 2 എണ്ണം. ഈ കളറും നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഹെഡ്ലൈറ്റ്സിലേക്ക് വരാം. ഫ്രണ്ടിൽ നമ്മൾ ഈ അടുത്ത് സിയറയുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അതിൻ്റെ ഹെഡ്ലൈറ്റ്സ് ഭയങ്കര സ്ലിമ്മാണ്. ഇതിലും അങ്ങനെ തന്നെയാണ്. വളരെ സ്ലിമ്മായിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ലോ ബീം, ഹൈ ബീം കൊടുത്തിരിക്കുന്നത്. ലൈറ്റ്സിന് പൊസിഷൻ ലാമ്പ്സും കൊടുത്തിട്ടുണ്ട്. ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് 2 എണ്ണം 2 പ്രൊജക്ടേഴ്സിനും താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡൈനാമിക് സ്വൈപ്പ് ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു കോർണറിങ് ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റിയറിങ് ലെഫ്റ്റ് റൈറ്റ് തിരിക്കുമ്പോൾ മാത്രമേ ആ കോർണറിങ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഇവിടെയായിട്ട് BYDയുടെ ലോഗോ കാണാം. താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു 360 ഡിഗ്രി ഫ്രണ്ട് ക്യാമറയുടെ യൂണിറ്റ് കാണാം. ഇവിടെ ADAS ലെവൽ 2+ൻ്റെ റഡാറും മറ്റും ഇവിടെ കാണാം. ഒരു കോംപ്രമൈസും കൊടുത്തിട്ടില്ല. ലെവൽ 2+ൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് 2 അൾട്രാസോണിക് പാർക്കിംഗ് സെൻസേഴ്സ് C-Line 7 കൊടുത്തിട്ടുള്ളൂ. ഇതിൽ ഓട്ടോ പാർക്കിംഗ്, സെൽഫ് പാർക്കിംഗ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് 2 സെൻസറേ ഉള്ളൂ ഫ്രണ്ടിൽ. പിന്നെ ആ സൈഡിലായിട്ട് നമുക്ക് ഫങ്ഷണലായിട്ടുള്ള എയർ കർട്ടൻസും കാണാം. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വെഹിക്കിൾ തന്നെയാണ് C-Line 7. C-Line 7ൻ്റെ ബോണറ്റിനുള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഹൈഡ്രോളിക് സ്റ്റഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കൈക്ക് ഇന്ന് സ്ട്രെയിൻ ഇല്ല. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് എക്സാക്റ്റ് ഫിഗേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നല്ല സ്പേസ് ഉണ്ട്. നല്ല നീറ്റായിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആവശ്യമില്ലാത്തടത്തൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് നീറ്റായിട്ട് ഒരു വയർ പോലും കാണാത്ത രീതിയിൽ നല്ല പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ വിൻഷീൽഡ് വൈപ്പർ ഫ്ലൂയിഡിൻ്റെ ആ ഒരു വാട്ടർ ടാങ്കിൻ്റെ ഓപ്പണിങ് മാത്രം അവിടെ കാണാം. ഇവിടെ ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും കൊടുത്തിട്ടുണ്ട്. അപ്പം ആവശ്യത്തിൽ കൂടുതൽ സ്ഥലം ഫ്രണ്ടിലുണ്ട്. നമുക്ക് ബോണറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി എൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് പോകാം. ഇങ്ങനെയാണ് C-Line 7ൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. നല്ല വലിച്ച് നീട്ടി സ്ട്രെച്ച് ചെയ്തതുപോലത്തെ ഒരു ഡിസൈനാണ് C-Line 7 കൊടുത്തിരിക്കുന്നത്. എനിക്ക് നോർമലി ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഇഷ്ടമല്ലാത്തതാണ്. സംഭവം എനിക്ക് ഈ വെഹിക്കിളിൻ്റെ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു ബബിള് പോലെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര എലോങ്ങേറ്റഡ് ആണ്. നല്ല ലെങ്ത്തുള്ള വെഹിക്കിളാണ്. അടിപൊളി വീൽ ബേസ് ആണ്. അതുകൊണ്ട് തന്നെ അകത്ത് അതിമാരക സ്പേസ് ആണ്. അതൊക്കെ ഞാൻ അകത്തേക്ക് കയറുമ്പോൾ കാണിച്ചു തരാം. ഉഗ്രനാണ്. എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ആണ്. എസ്പെഷ്യലി ആ ഒരു കളർ സ്കീമും ഒരു പല ടോണാണ് കേട്ടോ. ചില സമയത്ത് ചില ആംഗിൾ നോക്കുമ്പോൾ ഒരു സ്കൈ ബ്ലൂ കാണാം, ചിലപ്പോൾ ഒരു ലൈലാക്ക് ഷെയ്ഡ് കാണാം, പലതുണ്ട്. അപ്പം നമുക്ക് ഏതായാലും തൽക്കാലം ഇവൻ്റെ വീലിലേക്ക് വരാം. ഇതിൽ വരുന്നത് 2 ടൈപ്പ് വീല് വരുന്നുണ്ട്. ഇപ്പം നിലവിൽ ഈ കിടക്കുന്ന മോഡലിൽ 235/50 R19 19 ഇഞ്ച് റെഗുലർ അലോയ് വീൽസാണ് വരുന്നത്. അങ്ങനെ എയറോസ്പെക് കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ഒരു അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് കോണ്ടിനെൻ്റലിൻ്റെ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സൈഡിൽ BYD ഡിസൈൻ എന്നൊരു പ്ലാക്ക് കാണാം. ഒരു വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു സൈഡ് മിറർ കൊടുത്തിട്ടുണ്ട്. പഴയ ഓഡിയുടെയൊക്കെ പോലത്തെ ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇതിനകത്ത് കാണാം. 360 ഡിഗ്രി ക്യാമറയുടെ സൈഡ് യൂണിറ്റ് ഇവിടെ കാണാം. സൈഡ് മിററിൽ ബ്ലൈൻഡ് സ്പോട്ട് വാർണിങ്ങിൻ്റെ ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലഷ്ഡ് ഡോർ ഹാൻഡിൽസ് ആണ്. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ
അത് പുറത്തേക്ക് വരും. അതിൽ BYD എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ബാക്കിലും സെയിം വീൽ സൈസ് തന്നെയാണ്, സൈസിലൊന്നും വ്യത്യാസമില്ല. നമുക്ക് ഇനി C-Line 7ൻ്റെ ബാക്കിലേക്കൊന്ന് പോകാം. ഇങ്ങനെയാണ് C-Line 7ൻ്റെ ഒരു റിയർ എൻഡ് ഡിസൈൻ വരുന്നത്. എന്തൊരു ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ പൂക്കളുടെ എതള് പോലെയാണ് ഇതിൻ്റെ ലൈറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തൊരു ബ്യൂട്ടിഫുള്ളാണ് നോക്ക്. അതുപോലെ ഈ ഒരു ഡൈനാമിക് സ്വൈപ്പ് ഇൻഡിക്കേറ്ററിന് ഒരു ഫെയ്ഡ് ഫംഗ്ഷനും കൂടെ ഉണ്ട്. സാധാരണ ഇങ്ങനെ പോയിട്ട് ഇവിടെ കൊണ്ടങ്ങ് നിൽക്കും അബ്രപ്റ്റായിട്ട്. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് ക്ലോസ് ആകുമ്പോൾ ഒരു ഫെയ്ഡിങ് എഫക്റ്റ് കൂടെ ഉണ്ട്. എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഒരു സ്ക്വാട്ടിങ് പൊസിഷനാണ്. ഒരുപാട് ഹൈ അല്ല വെഹിക്കിൾ, റൂഫ് ലൈൻ താന്നിട്ടാണ്. ഇവിടെ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്, ഡീഫോഗർ ഉണ്ട്. ഇതിൽ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന ഇല്ല. അപ്പം ദാറ്റ് മീൻസ് ഇതിൻ്റെ ഈ ലൈനിൽ എവിടെയോ ഒരെണ്ണം, ഈ കൊടുത്തിരിക്കുന്ന ഏതോ ഒരെണ്ണം പ്രിൻറ്റഡ് ആൻറ്റിനയാണ്. പിന്നെ വൈപ്പേഴ്സ് ഇല്ല. ഇവിടെ 2 സ്പോയിലറിൽ 2 കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും റേക്കുള്ളൊരു വിൻഡോ ആയതുകൊണ്ട് തന്നെ ബാക്കിൽ വൈപ്പറിൻ്റെ ആവശ്യം വേണ്ട എന്നാണ് BYD അവകാശപ്പെടുന്നത്. എനിവേസ് ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഈ ലൈറ്റിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്തൊരു ഭംഗിയായിട്ടാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം DRL ഫംഗ്ഷനാണ്. BYD ടെക് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് റിവേഴ്സ് ലൈറ്റ്സ് വരുന്നത്. ഒരു കണക്റ്റഡ് പീസ് ഇങ്ങനെ ത്രൂ ഔട്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഡക്റ്റൈൽ സ്പോയിലർ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. BYD C-Line 7 എന്നുള്ള ബാഡ്ജ് അവിടെ കാണാം. BYDയുടെ ബാഡ്ജ് കാണാം. EV ആണെന്നുള്ള ബാഡ്ജ് കാണാം. ഇവിടെ താഴെയായിട്ട് ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ 1, 2, 3, 4 4 അൾട്രാസോണിക് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് റിവേഴ്സ് ക്യാമറ വരുന്നത്. പിന്നെ ഒരു പ്ലാസ്റ്റിക് ഫേക്ക് ഡിഫ്യൂസർ പോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റും താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയായിട്ടാണ്. ഇവിടെ ഒരു ബട്ടണുണ്ട്. നമ്മളത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രോണിക്കലി ഓപ്പൺ ആവുന്ന ബൂട്ടാണ്. 500 to 520 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് BYD അഡ്വർടൈസ് ചെയ്യുന്നത്. ഞാൻ എന്താ പറയേണ്ടത്, നമുക്കൊരു വീട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ട്രിപ്പിൽ ഇതിനകത്ത് ഷിഫ്റ്റ് ചെയ്ത് വിടാം. അത്ര വലിയ ബൂട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബൂട്ടാണെങ്കിലും ഓപ്പൺ ആവുന്നത് വളരെ ഹൈയിലാണ് ഓപ്പൺ ആകുന്നത്. യൂഷ്വലി ഈ റൂഫ് ലൈൻ ഇത്തിരി താന്നുള്ള വെഹിക്കിൾസിന് ഒരുപാട് ഇത്ര ഹൈ ആയിട്ട് ബൂട്ട് ഓപ്പൺ ആവാറില്ല. ഇതിനകത്ത് നല്ല ഹൈ ആയിട്ട് ഓപ്പൺ ആകുന്നത്. അതുമല്ല ഇതിൽ ബൂട്ട് മാത്രം ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഇപ്പോൾ വെഹിക്കിൾ അൺലോക്കാണ്. നമ്മൾ ബൂട്ട് ലോക്ക് ചെയ്തുകൊണ്ട് വെഹിക്കിളും കൂടെ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് വിടുക. ഇത് ക്ലോസ് ആവുന്നതിൻ്റെ കൂടെ വെഹിക്കിളും കൂടെ ലോക്കാവും. അതുമല്ല ഇതിന് ചുറ്റുമുള്ള ഈ വെള്ളം ഒഴുകി വരാനുള്ള ഗട്ടർ ഏരിയ കൊടുത്തിരിക്കുന്നത്. യൂഷ്വലി ഇതെല്ലാം പെയിൻ്റ് ആയിട്ടാണ് സാധാരണ വെഹിക്കിൾ കൊടുക്കുന്നത്. ഇതെല്ലാം നല്ല പ്ലാസ്റ്റിക്കിൽ ലൈൻ ചെയ്ത് നല്ല ഒരു പ്രോപ്പർ ഗട്ടർ തന്നെ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇതിനകത്ത് തോട്ട് പോയിട്ടുണ്ട്. BYD ശരിക്കും പണിയെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഡിസൈൻ്റെ കാര്യത്തിൽ. പിന്നെ ഒരു 12 സ്പീക്കർ ഡൈൻ ഓഡിയോ എന്ന് പറയുന്ന സ്പീക്കർ സിസ്റ്റമാണ് BYD C-Line 7 കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സബ് വൂഫർ നമുക്ക് ബൂട്ടിൽ കാണാം. ഇവിടെ ലാമ്പ് പ്ലേസ്മെൻ്റ് ഉണ്ട്. ഡൈൻ ഓഡിയോയുടെ 2 സ്പീക്കേഴ്സും ബൂട്ടിൽ കാണാം. ഈ സൈഡിലും ഒരു ലാമ്പ് പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു നെറ്റഡ് ഏരിയ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഈ ലൂസായിട്ടുള്ള ഐറ്റംസ് അതിനകത്ത് വെക്കാൻ. അപ്പോൾ നമുക്കിനി ബൂട്ട് ക്ലോസ് ചെയ്യാം. സൈലൻ്റ് ആയിട്ട് ക്ലോസ് ആവും. വെഹിക്കിളിൻ്റെ ബാക്കിലെ റൈറ്റ് സൈഡ് ഏപ്രണിലായിട്ടാണ് ചാർജിങ് പോർട്ട് വരുന്നത്. വെഹിക്കിൾ അൺലോക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ചാർജിങ് പോർട്ട് ഓപ്പൺ ആവും. ഇതിലും കുറേ തോട്ട് പോയിട്ടുണ്ട്. ഇതിൽ ഈ BYD എന്ന് എഴുതിയിരിക്കുന്ന ഒരു ലോഗോ കാണാം. അതിൽ ചാർജ് ലെവൽ ഇൻഡിക്കേറ്റർ കാണാം. ഈ ചാർജ് ലെവൽ ഇൻഡിക്കേറ്റർ RGB ആണ് ഇതിലിവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ലോഗോയിൽ ഇത്രയും ഫീച്ചേഴ്സ് അവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യമാണത്. പിന്നെ 150 kW DC ഫാസ്റ്റ് ചാർജിങ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് C-Line 7. എക്സ്ട്രീംലി ഫാസ്റ്റ് ആണ്. അതിൻ്റെ ചാർജിങ് ടൈമും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുത്തേക്കാം. പിന്നെ യൂഷ്വലി നമ്മൾ ഇലക്ട്രിക് കാറിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ചാർജിൻ്റെ പോർട്ടിന് ക്യാപ്പൊക്കെ ഇങ്ങനെ ചുമ്മാ തൂങ്ങി കിടക്കും. ഇതിൽ വന്നിട്ട് ഇതിങ്ങനെ ഒരു ഫ്ലാപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒന്നും താഴത്തേക്ക് തൂങ്ങി കിടക്കില്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിലും ഒരു തോട്ട് പോയിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആവശ്യം കഴിയുക, ക്ലോസ് ചെയ്യുക, ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ C-Line 7ൻ്റെ എക്സ്റ്റീരിയർ എല്ലാം കണ്ടു. ഇനി നമുക്ക് C-Lineൻ്റെ ഫ്രണ്ട് സീറ്റിലേക്കുള്ള ഇൻഗ്രസ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഡോർ ഹാൻഡിലെല്ലാം ഫ്ലഷ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ മോട്ടറൈസ്ഡ് ആണ്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡോർ ഹാൻഡിൽ പുറത്തേക്ക് പോപ്പപ്പ് ചെയ്ത് വരും. ഇതൊക്കെ ഭയങ്കര ഒരു പ്രീമിയം ടച്ച് ആൻഡ് ഫീലാണ്. ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെ വീഡിയോയിലേക്ക് പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല ആക്ച്വലി സ്പീക്കിംഗ്.
അതുപോലെ ഈ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള സൗണ്ട്, ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ള സൗണ്ട്, ഞാൻ പ്രിറ്റി ഷുവർ നമ്മുടെ മൈക്കിനത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. എനിക്കത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് പറ്റുന്നില്ല. ആക്ച്വലി ഭയങ്കര പ്ലഷാടോ, എന്തൊരു പ്രീമിയം ആയിട്ടോ അതിൻ്റെ ഒരു ഓപ്പണിങ് ക്ലോസിങ് സൗണ്ട്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം. സത്യം ഇപ്പോൾ ആ ഡോറ് തുറന്ന സൗണ്ട് കേട്ടതുപോലുമില്ല. അത്ര ഡോറ് അത്യാവശ്യം വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഡോറാണ്. 90 ഡിഗ്രീസ് ഒന്നും അല്ല, പക്ഷെ നമുക്ക് മോർ ദാൻ ഇനഫ് സ്പേസ് ആണ് അകത്തേക്ക് കയറാൻ ഇറങ്ങാനും. അകത്തേക്ക് കയറാൻ വളരെ കാഷ്വലായിട്ട് കയറാം. ഇതിൻ്റെ സീറ്റ് 10,000 ഡിഫറെൻറ്റ് വേസിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. എക്സ്റ്റെൻഡബിൾ തൈ സപ്പോർട്ട്, ലംബാർ സപ്പോർട്ട്, ഹൈറ്റ് അഡ്ജസ്റ്റ്, റിക്ലൈൻ, ഫ്രണ്ട് ബാക്ക്, യു നെയിം ഇറ്റ്, ഇറ്റ്സ് ദെയർ. കൊടുക്കാവുന്ന എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ലംബാറിൻ്റെ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അകത്ത് വരുമ്പോൾ കാണിച്ചു കേട്ടോ. സോറി, ലംബാറില്ല, അണ്ടർ തൈ സപ്പോർട്ട്. ഇതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇത് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അതിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പം ഈ തൈ സപ്പോർട്ട് മോട്ടറൈസ്ഡ് ആയിട്ട് പോകുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സിയറയുടെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിൽ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റെൻഡബിൾ തൈ സപ്പോർട്ട് നമ്മൾ കണ്ടിരുന്നു. ഇത് മോട്ടറൈസ്ഡ് ആണ്. ഭയങ്കര ഡിഫറൻസ് ആണ്. ഇങ്ങനെ നമ്മൾ ഈ ഇത്രയും ഒരു സപ്പോർട്ട് കിട്ടുമ്പോഴത്തേക്ക് ലോങ് ഡ്രൈവ്സ് ഒക്കെ ചുമ്മാ എഫേർട്ട്ലെസ് ആയിരിക്കും. സീറ്റിനെ കുറിച്ച് പറയാം. സീറ്റൊക്കെ എക്സ്ട്രീംലി കംഫർട്ടബിൾ ആണ്. അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. ഫിക്സ്ഡ് ഹെഡ് റെസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് അല്ല. പക്ഷേ ആ വെച്ചിരിക്കുന്ന സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബ്രില്യൻറ്റ്. നല്ല വ്യൂ ഉണ്ട്. ഡാഷ്ബോർഡ് കറക്റ്റ് ഹൈറ്റാണ്. പുറത്തേക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട്. സ്റ്റിയറിങ്ങിൽ പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ബട്ടൺസ്, അത്യാവശ്യം സ്ലിം ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഇത് എത്ര സ്പോക്കഡ് ഇത്? 1 2 3 4 സ്പോക്കാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതൊരു വെറൈറ്റി ഡിസൈൻ. ഞാൻ അകത്തേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നല്ല സ്റ്റിയറിംഗ് വീൽ കേട്ടോ. നല്ല മെറ്റീരിയൽസ് ആണ്. BYDയുടെ ലോഗോ കൊടുത്തിരിക്കുന്ന ഒരു ഗൺ മെറ്റൽ ഗ്രേ കളറിലാണ്. നല്ല രസമുണ്ട്. ഒരു പ്രോപ്പർ ഡെഡ് പെഡലുണ്ട്. സ്റ്റിയറിംഗ് വീല്, സീറ്റ് പെഡൽസ് കറക്റ്റ് അലൈൻമെൻ്റ് ആണ്. ലോവർ ബാക്കിന് നല്ല സപ്പോർട്ടുണ്ട്. സൈഡ് ബോൾസ്റ്റേഴ്സ് നല്ല സപ്പോർട്ടുണ്ട്. നല്ല സീറ്റാണ്. നല്ല ഡ്രൈവിംഗ് പൊസിഷനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ റിയലി ഗുഡ് പ്ലേസ് ടു ബി ഇൻ. ഞാനിത് എങ്ങനെ ഇത് ക്യാമറയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമെന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വ്യൂ എടുത്താലാണ് നിങ്ങളിലേക്ക് എനിക്കിതിൻ്റെ ആ ഒരു സീറ്റിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി എനിക്കൊന്ന് എത്തിക്കാൻ പറ്റുക എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ട്രസ്റ്റ് മീ, ഇറ്റ് ഇസ് റിയലി ഗുഡ്. നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് യു ആർ ഗെറ്റിംഗ് ഓൾ ദ കംഫർട്ട്. നമുക്കിനി ബാക്ക് സീറ്റിലേക്ക് പോകാം. ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ മോട്ടറൈസ്ഡ് പോപ്പപ്പ് ചെയ്യുന്ന ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഓപ്പൺ ആകുന്ന സൗണ്ടൊന്നും എനിക്ക് മൈക്കിൽ കിട്ടിയിരുന്നെങ്കിൽ ഐ സ്വെയർ നിങ്ങളിത് കേൾക്കുമ്പം ഭയങ്കര ഒരു എന്താണ്, ചെവിക്ക് ഭയങ്കര സുഖമാണ് ആ ഓപ്പൺ ആകുന്ന സൗണ്ട് കേൾക്കാനായിട്ട്. അതൊന്ന് നമ്മുടെ ഈ മൈക്ക് പോരാ, അതിനൊരുപാട് പൈസ കൊടുക്കേണ്ടി വരും. അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ മൈക്ക് വേണ്ടി വരും. യെസ്, അപ്പം ഡോർ നല്ല വൈഡായിട്ട് ഓപ്പൺ ആകുന്ന ഡോറാണ്. കയറാനുള്ള ആ ഒരു ഏരിയ ആണെങ്കിലും വളരെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ്. തലയൊന്നും എന്ത് കാണിച്ചാലും തട്ടത്തില്ല. അൾട്ടിമേറ്റ് കംഫർട്ടാണ്. ഒന്നും പറയാനില്ല. ഞാനൊന്ന് ചാരി ഇരുന്ന് നോക്കാം. മിക്കവാറും എൻ്റെ തല കട്ടാൻ സാധ്യതയുണ്ട് ഈ സി പില്ലറിൽ. നല്ല ഒന്നാന്തര സീറ്റ്. ഒരു അല്പം അണ്ടർ തൈ സപ്പോർട്ട് ലാക്കിംഗ് ആണ്. ഫ്രണ്ടിൽ തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡബിൾ മോട്ടറൈസ്ഡ് തന്ന് നമ്മളെ സ്പോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണോ എന്നും അറിയത്തില്ല. ബാക്കിൽ തൈ സപ്പോർട്ട് ഇച്ചിരി കുറവാണ്. പക്ഷെ നമ്മളൊന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്തിരുന്നാൽ എന്തൊരു സീറ്റാണ്! എന്താണ് ആ സീറ്റിൻ്റെ ഒരു ക്വാളിറ്റി! ബാക്ക് റെസ്റ്റിൻ്റെ ആംഗിൾ ആണെങ്കിലും നല്ല റിക്ലൈനിങ് ആംഗിളുണ്ട്. നല്ല ഹെഡ് റെസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ്. നല്ലൊരു സെൻട്രൽ കൺസോൾ ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ അകത്ത് വരുമ്പോൾ പറയാം. ഇതിപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് കിടക്കുന്നത്. ഇത് ക്യാമറ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് പോലും അറിയത്തില്ല. ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. എനിക്ക് ലെഗ് റൂമൊന്നും അല്ല പറയണ്ടത്. നമുക്കിതിങ്ങനെ കാലിങ്ങനെ വെക്കാം. ഇത് കിട്ടുന്നുണ്ടാവുമല്ലോ. കാലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക എൻ്റെ ബാക്കിൽ. അത്ര സ്പേഷ്യസ് ആണ്. എക്സ്ട്രാ ഓർഡിനറി. ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിലേക്ക് നമുക്ക് കാല് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫുഡ് റൂം ബെറ്റർ ആണെന്നാണ് ഉദ്ദേശിച്ചത്. നല്ല ഫുഡ് റൂമുണ്ട്. ലോവർ ബാക്കിന് നല്ല സപ്പോർട്ടുണ്ട്. ഒരു UV ടിൻറ്റഡ് സൺറൂഫ് ഉണ്ട്. ഷെയ്ഡുണ്ട്, താങ്ക് ഗോഡ്. സീലിന് ഷെയ്ഡില്ല, ഇതിന് ഷെയ്ഡുണ്ട്. അപ്പോൾ നമുക്കിവൻ്റെ ബാക്കി ഫീച്ചേഴ്സ്, ഇവൻ്റെ ഡിസൈൻ, ഇൻറ്റീരിയർ ലുക്സ് ഒക്കെ ഒന്ന് കാണാം. ഈ C-Line 7ൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറാം. ഡോർ ഹാൻഡിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡോർ ഹാൻഡിലാണ്. തുറക്കുമ്പോഴുള്ള ഈ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഇവൻ്റെ ഡോർ പാനലൊക്കെ ഒന്ന് നോക്കാം.
BYD ഒരു എക്സ്പെൻസും സ്പെയർ ചെയ്തിട്ടില്ല ഇതിനകത്ത്. ഈ ടോപ്പൊക്കെ സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ലെതററ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഡബിൾ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് ത്രൂ ഔട്ട്. നല്ല സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ക്വാളിറ്റി ലെതർ തന്നെ. സീറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ മെറ്റീരിയൽസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഈ താഴത്തേക്ക് വരുന്ന ഈ ഒരു കാസ്കേഡ് പോലത്തെ പീസാണെങ്കിലും അതും ഡബിൾ സ്റ്റിച്ചിങ്ങോട് കോൺട്രാസ്റ്റ് സ്റ്റിച്ചിങ് കൊടുത്തിട്ട് ലെതർ മെറ്റീരിയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു സാധനം കണ്ടോ, ഇതാണ് നമുക്ക് വെഹിക്കിളിൽ നിന്ന് എക്സിറ്റ് അടിക്കാനുള്ള ലിവർ, ഡോർ ഓപ്പൺ ചെയ്യുന്ന ലിവർ കൊടുത്തിരിക്കുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഷോറൂമിൽ ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിടപ്പുണ്ട്, എന്നിട്ടും ഇതിനകത്ത് ഈ ഒരു ആംബിയൻ ലൈറ്റ്സിൻ്റെ സ്ട്രിപ്പൊക്കെ നല്ല ഈസിലി വിസിബിൾ ആണ്. നമ്മൾ കൈ വെക്കുന്ന പോർഷനിലും ഈ സെയിം ലെതററ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു കോൺട്രാസ്റ്റ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലെ എല്ലാ വിൻഡോയ്ക്കും 1 ടച്ച് ഡൗൺ ഫങ്ഷൻ ഉണ്ട്, 1 ടച്ച് അപ്പ് ഫങ്ഷനും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് BYD ഒരു തരത്തിലുള്ള എക്സ്പെൻസ് സ്പെയർ ചെയ്തിട്ടില്ല. ചീപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഈ വണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ ഡിക്ഷണറി ഇല്ല. പിന്നെ മിറർ കൺട്രോൾസ്, മിറർ ഫോൾഡ് ചെയ്യുന്ന സംഭവം, ലോക്ക് അൺലോക്കിൻ്റെ ബട്ടൺസ്, വിൻഡോയുടെ ചൈൽഡ് ലോക്കിൻ്റെ ബട്ടൺസ്, ഇവിടെ ആയിട്ടാണ് ബൂട്ട് റിലീസിൻ്റെ ബട്ടൺ വരുന്നത്. ഡൈനോഡിയോടെ സ്പീക്കറിൻ്റെ യൂണിറ്റ് ഇവിടെ കാണാം. ഡോറിൽ നമുക്കൊരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ ഇവിടെ വെക്കാം. പിന്നെ അത്യാവശ്യം നമ്മുടെ ക്ലീനിങ് ക്ലോത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. അതിനപ്പുറത്തേക്കുള്ള സ്പേസ് അവിടെ ഇല്ല. ഇനി നമുക്ക് C-Learn 7ൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇതാണ് C-Learn 7ൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. എന്താണ് ഞാനിതിന് പറയേണ്ടത്? ഈ സീറ്റൊക്കെ കണ്ടോ, നമ്മുടെ വീട്ടിലൊരു ലക്ഷറി റിക്ലൈനർ സീറ്റിന് ഉണ്ടാവത്തില്ല ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്വിൽറ്റിങ്ങും ഒരു പാറ്റേണും ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിൻ്റെ ഒരു മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ഹെഡ് റെസ്റ്റ് ആണ്, പക്ഷേ അതിൻ്റെ ഫിക്സ്ചർ, അതിൻ്റെ പ്ലേസ്മെൻറ്റ്, അതിൻ്റെ പൊസിഷൻ ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് ഒരു തരത്തിലുള്ള കഴുത്തിനോ തലയ്ക്കോ ഒരു സ്ട്രെയിൻ വരുന്നില്ല. നല്ല പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല സപ്പോർട്ടുണ്ട്. വെന്റിലേറ്റഡ് സീറ്റാണ്. പിന്നെ ലോകത്തുള്ള ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക് സീറ്റാണ്. ഇവിടെ നമുക്ക് ലംബാർ സപ്പോർട്ടില്ല, ഇലക്ട്രിക്കലായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടൺസ് കാണാം. ഫോർവേഡ് ബാക്ക്വേർഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടൺ കാണാം. റിക്ലൈനിങ് കാണാം. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാണാം. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തൈ സപ്പോർട്ട് ഈ ബട്ടൺ വെച്ചിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും കാണുന്നുണ്ടല്ലോ അല്ലേ. തൈ സപ്പോർട്ട് നമുക്കിപ്പോൾ ക്ലോസ് ആയി, തൈ സപ്പോർട്ട് നമുക്കിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം മോട്ടറൈസ്ഡ് ആണ്. ഒരു എക്സ്പെൻസും BYD ഇതിനകത്ത് സ്പെയർ ചെയ്തിട്ടില്ല. നമുക്കിനി അകത്തേക്ക് കയറാം. ഇങ്ങനെയാണ് BYD C-Learn 7ൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ തന്നെയാണ്. അതിനകത്ത് ഒരു സംശയം ആർക്കും വേണ്ട. ഞാൻ ആക്ച്വലി വളരെ ഒരു ഡിഫറെൻ്റ് ഇമേജുമായിട്ടാണ് ഈ ഷോറൂമിലേക്ക് വന്ന് കയറിയത്. C-Learn 7 എന്ന് പറയുന്ന വെഹിക്കിൾ നമ്മൾ വീഡിയോയിൽ പലതിലും കണ്ടിട്ടുണ്ടെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴത്തേക്ക് ഈ വെഹിക്കിൾ ഇത്രയും പ്രീമിയം ആണെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഈ സ്ക്രീൻ തന്നെയാണ്. അത് ഞാൻ പറയാതെ തന്നെ മനസ്സിലാവുമല്ലോ. ഒരു 15.6-ൻ്റെ ഇലക്ട്രോണിക്കലി റൊട്ടേറ്റബിൾ ആയിട്ടുള്ള ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇത് ഒരു ഗിമ്മിക്കാണ്, ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ്. ഒരിക്കൽ നമ്മളിത് റൊട്ടേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാർപ്ലേ ആണെങ്കിലും ആൻഡ്രോയിഡ് ഓട്ടോ ആണെങ്കിലും ഈ ഒരു ഓറിയൻറ്റേഷനിൽ വർക്ക് ചെയ്യുള്ളൂ, പോർട്രേറ്റ് ഓറിയൻറ്റേഷനിൽ വർക്ക് ചെയ്യില്ല. ഇറ്റ് ലുക്സ് ഗുഡ്. ഒരു ഗിമ്മിക്കാണ്, ഒരു വെറൈറ്റി ഫീച്ചറാണ്. ഇഫ് യു വാണ്ട് ഇറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചു വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം. യു ആർ ഗിവൺ ദ ഓപ്ഷൻ. അടിപൊളിയാണ് ക്യാബിൻ്റെ ലേഔട്ട്. സ്റ്റിയറിംഗ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു വളരെ സ്ലിം ആയിട്ടുള്ള, വളരെ ലെതർ ഫിനിഷ്ഡുള്ള, നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെ ഫോളോയിങ് ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടൺ, ക്രൂസ് കൺട്രോളിൻ്റെ സ്പീഡ് കൂട്ടാൻ കുറയ്ക്കാനുള്ള ബട്ടൺ. പിന്നെ ഇത് നമുക്ക് ഈ ഡിസ്പ്ലേയിൽ നമ്മുടെ ഈ ടയർ പ്രഷർ മോണിറ്ററിങ് അങ്ങനത്തെ ഓരോ പേജുകൾ ടോഗിൾ ചെയ്യാനുള്ള ബട്ടൺ. ഇത് വെഹിക്കിളിൻ്റെ 360 ഡിഗ്രി ക്യാമറ ഓപ്പൺ ചെയ്യുന്ന ബട്ടൺ. അത് നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിൽ തന്നെ അതിൻ്റെ ക്വിക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യം. പിന്നെ ലെയിൻ കീപ്പ് അസിസ്റ്റ് അത് എനേബിൾ ചെയ്യുന്ന, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലൈനിൽ കീപ്പ് ചെയ്യുന്ന ആ ഒരു ബട്ടൺ സ്റ്റിയറിംഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മ്യൂസിക് കൺട്രോൾസ് ആണ്. ട്രാക്ക് മാറ്റാൻ, വോളിയം കൂട്ടാൻ കുറയ്ക്കാൻ. അതിനൊരു ഒരു റോട്ടറി ഡയലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ, കണ്ടില്ലേ? നല്ല രസമാണ്. അതിൻ്റെ ഒരു നേൾഡ് ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് മ്യൂട്ട് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. വോയിസ് കമാൻഡ്സിൻ്റെ ബട്ടൺ, പിന്നെ കോൾ ആൻസർ ചെയ്യാനുള്ള ബട്ടൺ. ഇത് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ വിഡ്ജറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലേ ഔട്ടാണ്, പക്ഷേ ഭയങ്കര എഫക്റ്റീവാണ്. ഇത് എത്ര സ്പോക്ക് സ്റ്റിയറിംഗ് വീലാന്ന് എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് പോയി 2, 4 സ്പോക്ക് ഒന്ന് വിളിക്കാം ഫോർ ദ സേക്ക് ഓഫ് കോളിംഗ്.
പിന്നെ ഇതിൻ്റെ നടുവിൽ BYD എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു കളർ സ്കീം കണ്ടോ, ഒരു ഗൺ മെറ്റൽ ഗ്രേയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്തോ ഒരു ഭംഗിയുണ്ട് അത് ആ ഒരു എഴുത്തിനെ കാണാനായിട്ട്. അതങ്ങനെ. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ സ്റ്റോക്ക്, ഹെഡ്ലൈറ്റിൻ്റെ സ്റ്റോക്ക് എല്ലാം കാണാം. ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്സ് ഉണ്ട്, പറയേണ്ട കാര്യമില്ല. പിന്നെ ഓട്ടോ ഹൈ ബീം അസിസ്റ്റ് ഉള്ള വെഹിക്കിളാണ് BYD Sealand 7. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വൈപ്പർ സ്റ്റോക്ക് കാണാം, വൈപ്പറിൻ്റെ സ്പ്രേ ഫംഗ്ഷൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ കാണാം. പിന്നെന്താണ്, ഇവൻ്റെ MID നമുക്കൊന്ന് കാണാം. ഇങ്ങനെയാണ് BYD Sealand 7ൻ്റെ ഒരു MID വരുന്നത്. താഴെ നമുക്ക് വളരെ ലെജിബിളായിട്ട് ഒരു തീരെ ചെറുതായിട്ടുള്ള റൈറ്റിങ്സ് ഒന്നുമില്ല കേട്ടോ. നമുക്കിവിടെ ബാറ്ററി പെർസെൻറ്റേജ് കാണാം, ഒരു ബാറ്ററി ബാർ കാണാം, ഡിസ്റ്റൻസ് ടു empty കാണാം, ഇപ്പം നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന പവർ കാണാം, വെഹിക്കിളിൻ്റെ ഓഡോമീറ്റർ കാണാം. റൈറ്റ് സൈഡിൽ നമുക്ക് പല വിഡ്ജറ്റ്സ് ഉണ്ട്. ഇപ്പം നിലവിൽ നാവിഗേഷനാണ് കിടക്കുന്നത്. മേളിൽ നമ്മുടെ വാർണിംഗ് ലാംപ്സ് കാണാം, ഗിയർ പൊസിഷൻ ലാമ്പ് കാണാം, സ്പീഡോമീറ്റർ കാണാം, ബാക്കി വാർണിംഗ് ലാംപ്സ് കാണാം. പിന്നെന്താണ്, ഒരു കോമ്പസ് ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, എല്ലാം വളരെ ലെജിബിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നമ്മുടെ ട്രിപ്പ് മീറ്റർ, ടയർ പ്രഷർ മോണിറ്ററിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാണാം. നടുവിലായിട്ട് നമ്മുടെ അഡാസിൻ്റെ കാര്യങ്ങൾ, ഫ്രണ്ടിൽ വേറെ വെഹിക്കിൾ ഉണ്ടോ, ആ വെഹിക്കിളായിട്ടുള്ള ഫോളോയിങ് ഡിസ്റ്റൻസ്, വേറെ സൈഡിൽ നിന്ന് വരുന്ന വെഹിക്കിൾ, അതിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ കാണിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സിമ്പിളായിട്ട് ലേ ഡൗൺ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതൊന്നും പോരാ, ഇതിനകത്ത് ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. ഇതാണ് ഹെഡ്സപ്പ് ഡിസ്പ്ലേ. ഇതിൽ നമുക്ക് നാവിഗേഷൻ വരുന്നുണ്ട്, പിന്നെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് വാർണിങ്ങിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഹെഡ്സപ്പ് ഡിസ്പ്ലേയിൽ തന്നെ കാണിക്കും. സാധാരണ ഹെഡ്സപ്പ് ഡിസ്പ്ലേ എനിക്ക് ഇങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ക്യാമറയിൽ കാണിക്കാൻ പറ്റാറില്ല. അപ്പോൾ അതങ്ങനെ. പിന്നെ ഇത് ഈ സൈഡിലൊരാളെ കണ്ട, ഇതൊരു മേൽനോട്ടക്കാരനാണ്. അപ്പോൾ ഈ മേൽനോട്ടക്കാരനാണ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നുണ്ടോ, നമ്മൾ ഫോണിൽ ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മുടെ ശ്രദ്ധ റോഡിൽ തന്നെയാണോ, പിന്നെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് വണ്ടി ഓടിക്കുന്നതിൽ തന്നെയാണോ നമ്മുടെ ശ്രദ്ധ എന്നൊക്കെ നമ്മളെ നോക്കിയിട്ട് നമ്മളിങ്ങനെ അനലൈസ് ചെയ്തിട്ട് നേരെ നോക്കി ഓടിക്കുക എന്ന് നമ്മളിങ്ങനെ ശാസിക്കുന്ന ഒരാളാണ് ഇരിക്കുന്നത്. ഡ്രൈവർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നൊരു ചെല്ല പേരിട്ടാണ് വിളിക്കുന്നത്. അതവിടെ ഉണ്ട്. ഇനി നമുക്കിവൻ്റെ സെൻട്രൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്ന് കാണാം. ഒരു 15.6 ഇഞ്ച് നേരത്തെ പറഞ്ഞ പോലെ റൊട്ടേറ്റബിൾ ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലില്ലാത്ത പരിപാടികളൊന്നുമില്ല. നമുക്ക് ഇതിനകത്ത് സ്റ്റിയറിങ്ങിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ സമൺ ചെയ്യാൻ പറ്റും. നല്ല ഒന്നാന്തരം ക്വാളിറ്റിയുള്ള 360 ഡിഗ്രി ക്യാമറയാണ് കേട്ടോ. നല്ല സ്റ്റിച്ചിങ് ആണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിൻ്റെ ക്യാമറകളുടെ സ്റ്റിച്ചിങ് നമ്മൾ സിയറയുടെ വീഡിയോ ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അതിൻ്റെ സ്റ്റിച്ചിങ് അത്ര പോരാ. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പുഷ് ചെയ്താൽ ശരിയാവേണ്ടതാണ്, പക്ഷേ ഇതിൻ്റെ സ്റ്റിച്ചിങ് വേറെ ലെവലിലാണ്. ഒരു സിംഗിൾ ക്യാമറ എടുത്ത് മേളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വെച്ച് പുറത്തുനിന്ന് ആരോ ക്യാമറ വെച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്ത് തരുന്ന ഒരു ഫീലിംഗ് ആണ്. അത്ര സൂപ്പർബായിട്ടുള്ള ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ബ്രില്യൻറ്റ്. Sealand 7ൽ വന്നിട്ട് നമുക്കൊരു 12 സ്പീക്കറിൻ്റെ ഡൈൻ ഓഡിയോ സൗണ്ട് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാണാം 12 സ്പീക്കേഴ്സാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലെന്തായാലും നമുക്ക് യൂട്യൂബ് അവൈലബിൾ ആണ്, അതുകൊണ്ട് നമുക്ക് നോ കോപ്പിറൈറ്റ് സോങ് ഏതെങ്കിലും ഒന്ന് ഇട്ട് നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇതിൽ 12 സ്പീക്കർ ഡൈൻ ഓഡിയോയുടെ സൗണ്ട് സിസ്റ്റം കേട്ടിട്ട് ആ ഒരു ഞെട്ടലിരിക്കുകയാണ് ഞാൻ. നമ്മൾ സിയറ EVയിൽ 12 സ്പീക്കർ JBLൻ്റെ ബ്ലാക്ക് സീരീസിൻ്റെ സൗണ്ട് സിസ്റ്റം നമ്മൾ കേട്ടു. പിന്നെ XEV 9E9Sനകത്ത് 16 സ്പീക്കർ 1400 വാട്ട്സ് ഹാർമൻ്റെ സൗണ്ട് സിസ്റ്റം നമ്മൾ കേട്ടു. ആൻഡ് ഐ ആം റിയലി സ്പോയിൽഡ് ബൈ ദാറ്റ് സൗണ്ട് സിസ്റ്റം. ഓപ്പണായിട്ട് പറയുകയാണ്. പക്ഷേ ഐ ഹാവ് ടു സേ ദിസ് വൺ ഇസ് റിയലി 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 ഗുഡ്. യു നോ വാട്ട് ഐ മീൻ. അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റം. 12 സ്പീക്കറുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പാടാണ്. ക്യാബിൻ്റെ എവിടെ ഇരുന്നാലും ഒരേ ഒരു ഫുള്ളായിട്ടുള്ള ഒരു സൗണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല നല്ല മുത്തു പോലത്തെ സൗണ്ട്, നല്ല ബേസ്. അതായത് ഈ ചില വെഹിക്കിൾസിൻ്റെ സബൂഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ നമുക്ക് ദേഷ്യം വരും, നമ്മളിങ്ങനെ വണ്ട് മൂളുന്ന പോലെ ഇരിക്കും. പക്ഷെ ഇത് ബേസ് ഉണ്ട് എന്നാൽ ഇതിങ്ങനെ ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിലുള്ളൊരു ബേസാണ്. നല്ല ട്യൂണിങ് സൗണ്ട് സിസ്റ്റം, ഞാൻ ഫാനായി. പിന്നെ ഇതിലില്ലാത്ത ഫീച്ചേഴ്സ് ഒന്നുമില്ല. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആസ് സ്റ്റാൻഡേർഡ് വയർലെസ് ആണ്. ഇതിനകത്ത് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി വരുന്നുണ്ട്. ഇതിപ്പം ഷോറൂം വെഹിക്കിൾ ആയതുകൊണ്ട് സിമ്മ് കാര്യങ്ങളൊന്നും ആക്റ്റീവ് അല്ല. ഇതിനകത്ത് ഇൻ്റലിജൻറ്റ് ചാസി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് സ്റ്റിയറിംഗ് അസിസ്റ്റ്, സ്റ്റിയറിങ്ങിൻ്റെ വെയിറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്രേക്ക് അസിസ്റ്റ് ചെയ്യാം. ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ
ഓട്ടോമാറ്റിക് ഡ്രൈവർ സീറ്റ്, അതായത് നമ്മുടെ വെൽക്കം ഫംഗ്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ഹെഡ്സപ്പ് ഡിസ്പ്ലേയുടെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അതായത് ഈ MIDയുടെ ബ്രൈറ്റ്നസ് അതിനകത്ത് എന്തൊക്കെ വേണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. AC കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, സീറ്റിൻ്റെ വെന്റിലേഷൻ അതിനകത്ത് സെറ്റ് ചെയ്യാം. ലോക്കുകൾ സെറ്റ് ചെയ്യാം. ബൂട്ട് അൺലോക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഹൈറ്റ് എത്ര വേണമെന്നൊക്കെ ഉള്ള സെറ്റ് ചെയ്യാം. നമ്മുടെ നോട്ടിഫിക്കേഷൻ, ഇതാണ് നേരത്തെ പറഞ്ഞ ഡ്രൈവർ മോണിറ്ററിംഗ് സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ്. ഫറ്റീഗ് വാർണിംഗ്, ഡിസ്ട്രാക്ഷൻ വാർണിംഗ്, സകല സാധനമുണ്ട്. ഇനി അഡാസ്, സേഫ്റ്റി, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, ലെയിൻ കീപ്പ് അസിസ്റ്റ്, ഡോർ ഓപ്പൺ വാർണിംഗ്, അഡാപ്റ്റീവ് ഫ്രണ്ട് ലൈറ്റ്, സകലതും ഉണ്ട്. ഒരു സാധനത്തിലും അവർ ചീപ്പ് ഔട്ട് ചെയ്തിട്ടില്ല. സകല ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. റീജനറേറ്റീവ് ബ്രേക്കിംഗ്, നമ്മുടെ റീജനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് സ്റ്റാൻഡേർഡ് ഹൈ 2 വേരിയൻറ്റ് മോഡേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് സർവീസ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ലേ ഡൗൺ ചെയ്തിരിക്കുന്ന ഒരു ഇൻ്റർഫേസ് ആണ്. അങ്ങനെ ഒരുപാട് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഇത് കണ്ടമാനം ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, നമുക്കിത് പഠിച്ചെടുക്കാൻ തന്നെ ഒരു നേരം ആവുമല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു സെറ്റപ്പ് ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് ലേ ഡൗൺ ചെയ്യുന്നത്. പിന്നെ AC കൺട്രോൾസ് എല്ലാം ടച്ച് സ്ക്രീനിൽ തന്നെയാണ്. പേഴ്സണലി ഞാൻ അതിൻ്റെ ഒരു ഫാൻ അല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ ഒരു താഴത്തെ പീസിൽ അത് പെർമനൻ്റ് ആണ്. നമ്മൾ ഏത് മെനുവിൽ കയറിയാലും AC കൺട്രോൾസ്, ഇപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോയാൽ പോലും AC കൺട്രോൾസ് ഇവിടെ പെർമനൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ ടാപ്പ് ചെയ്ത് കഴിയുമ്പം AC ഫുൾ കൺട്രോൾസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. ഇതിൽ സൈഡിൽ ഔട്ട്സൈഡ് റിയർ വ്യൂ മിറർ പോലും ഹീറ്റഡ് ആണ്. നമ്മൾ മഴയത്ത് മഞ്ഞത്ത് പോകുമ്പം ആ മിറേഴ്സ് ഫോഗപ്പ് ആവാതിരിക്കാനായിട്ട് അതിൽ വരെ ഹീറ്റിംഗ് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. BYD റിയലി തോട്ട് ഓഫ് എവറിത്തിങ് കേട്ടോ. നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഇതൊരു ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. 2 സോണിലും നമുക്ക് 2 ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. അടിപൊളി AC ആണ്. ഞാനിപ്പോൾ AC ഇടുന്നില്ല, ഫാൻ്റെ സൗണ്ട് കാരണം നമുക്ക് കാര്യങ്ങളൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അതിന് താഴത്തേക്ക് വരുമ്പം ഇവിടെ 2 AC വെൻസ് കാണാം. പ്രത്യേകിച്ച് അങ്ങനെ ഡിസൈൻ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല ഡാമ്പിംഗ് ഉള്ള AC വെൻ്റാണ്. 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം ഈ സൈഡിൽ MIDയുടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ബേസിക് ഡിസൈനാണ്. പിന്നെ ഈ ഇൻറ്റീരിയറിൽ മുഴുവൻ ഒരു ക്യാബിനിൽ ആംബിയൻ ലൈറ്റിൻ്റെ ഒരു അധിക പ്രസംഗമാണ് നടക്കുന്നത്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. നമുക്ക് കുറ്റം പറയാനായിട്ടൊന്നും പറ്റത്തില്ല. ആംബിയൻ ലൈറ്റിൻ്റെ ഒരു പീസ് ഇവിടെ ഒരു ഡിസ്പ്ലേ ആണെന്ന് തോന്നും, പക്ഷെ അതൊരു ആംബിയൻ ലൈറ്റിൻ്റെ ഒരു ഷോ പീസ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മൾ താഴത്തേക്ക് വരുമ്പം ഇവിടെ ഒരു 50 വാട്ട്സിൻ്റെ വയർലെസ് ഫാസ്റ്റ് ചാർജർ വിത്ത് കൂളിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് എൻ്റെ ഫോൺ OnePlus 15 അതിന് 50 വാട്ട്സാണ് മാക്സിമം വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത്. 50 വാട്ട്സിൽ ഇതുവരെ ഒരു വയർലെസ് ചാർജർ ഞാൻ വേറെ എവിടെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. നമുക്ക് ഇതിൽ എന്തായാലും ഫുൾ സ്പീഡിൽ വയർലെസ് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് ഫോൺ ഹോൾഡറാണ്, പക്ഷേ ഇതിനകത്ത് വയർലെസ് ചാർജർ ഇല്ല. ഇതിൽ നമുക്ക് ഈ വെഹിക്കിളിൻ്റെ കീ കാർഡ് വെക്കാം. നമ്മുടെ ഹാരിയറിൻ്റെയും സിയറയുടെ ഒക്കെ വീഡിയോ പറഞ്ഞിട്ടില്ലേ, ഇതിൽ കീ മാത്രമല്ല, നമുക്ക് ഇതുപോലെ ഈ ഒരു NFC കാർഡ് വെച്ചിട്ട് നമുക്ക് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാനും ഓടിക്കാനും പറ്റും. അത് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. അതാണ് അങ്ങനെ. നമ്മൾ അതിൽ നിന്ന് പുറകിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു പഴയ നമ്മുടെ ഈ BMW പറയുന്ന പോലെ ഒരു ക്രിസ്റ്റലിൻ്റെ ഗിയർ സെലക്ടർ കൊടുത്തിട്ടുണ്ട്. എന്ത് രസമാണ് ആ ഒരു, ഞാൻ കുറച്ചുകൂടെ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഒരു ക്രിസ്റ്റൽ ഗിയർ സെലക്ടറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഹസാർഡ് ലൈറ്റ്സിൻ്റെ ബട്ടൺ, ഇതെല്ലാം ബട്ടണാണ്, ഹാപ്റ്റിക് അല്ല, ടച്ച് അല്ല, എല്ലാം ബട്ടൺസ് ആണ്. നല്ല രസമുണ്ട് ആ ഒരു ബട്ടൺസിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി, നല്ല രസമുണ്ട്. ഇത് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള ബട്ടണാണ്. ഇത് വെഹിക്കിളിൻ്റെ ഓട്ടോ ഹോൾഡിൻ്റെ ഫംഗ്ഷനിൻ്റെ ബട്ടണാണ്. ഇത് നമ്മുടെ മീഡിയ കൺട്രോൾസിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഓഫ് ചെയ്യാനുമുള്ള ബട്ടണാണ്. ഇത് റീജൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടണാണ്. ഇത് പാർക്ക് ആക്കുന്ന ബട്ടണാണ്, നമ്മുടെ ഡ്രൈവിംഗ് മോഡിൻ്റെ ബട്ടൺ. ഇത് AC കുറച്ച് ക്വിക്ക് കൺട്രോൾസ് ആണ്. AC ഓട്ടോ ആക്കാൻ, AC ഓൺ ഓഫ് ചെയ്യാനായിട്ട്. ഫ്രണ്ട് വിൻഷീൽഡിൻ്റെ ഡീഫോഗിങ് ബട്ടൺ. ഇത് വെഹിക്കിളിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. അത് കഴിഞ്ഞ് നമ്മൾ പുറകിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡർ കാണാം. ഇതാണ് C-Lane 7ൻ്റെ കീ എന്ന് പറയുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല, ഒരു സാധാരണ കീ ആണ്. 2 കീ വരുന്നുണ്ട്. പിന്നെ അതിന് പിന്നിലായിട്ട് ഒരു സെൻട്രൽ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഇത്രയും ഡാമ്പിങ് ഉള്ളൊരു ആംറസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഐ എം നോട്ട് മേക്കിംഗ് ദിസ് അപ്പ്. ഈ ഒരു വിരലുകൊണ്ട് എനിക്കിത് വേണ്ട, എത്ര പാടുപെട്ടാലാണ് ഈ ഒരു ആംറസ്റ്റ് തുറക്കുന്നത് നോക്കുക. ഭയങ്കര ഡാമ്പിങ് ഉള്ളൊരു ആംറസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയാണ്, നല്ല ഡീപ്പായിട്ടുള്ളൊരു ആംറസ്റ്റ് സ്റ്റോറേജ് ആണ്. അതും ഫെൽറ്റ് ലൈനിങ് ആണ്. നമുക്ക് ഈ മറ്റേ ആൽക്കൻഡേറ പോലത്തെ ഒരു ഫെൽറ്റ് ലൈനിങ് ആണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഐറ്റംസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ റാറ്റ്ലിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫെൽറ്റ് ലൈൻഡ് ആയിട്ടുള്ള ഒരു സെൻട്രൽ കൺസോളിൽ ആംറസ്റ്റിനുള്ള സ്റ്റോറേജാണ് കൊടുത്തിരിക്കുന്നത്. അടിപൊളിയാണ്. ഏത് ആസ്പെക്റ്റ് നോക്കിയാലും പ്രീമിയം. പിന്നെ ഇവിടെ ആയിട്ട്
നമ്മുടെ ഈ പഴയ ആപ്പിളിൻ്റെ ഐപാഡിൻ്റെ ഒക്കെ ഫോളിയോ കേസ് എന്ന് പറയത്തില്ലേ, അതുപോലത്തെ ഒരു മിററിൻ്റെ ഓപ്പണിംഗ് സാധനങ്ങളാണ്. ഒരു ഫ്ലാപ്പാണ് കൊടുത്തിരിക്കുന്നത്. മാഗ്നറ്റിക് ആണ്. വിട്ട് കഴിയുമ്പോൾ അങ്ങ് ക്ലോസ് ആവും. അത് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കൂടെ ലൈറ്റ് ഓപ്പൺ ആവും. അതിൽ മിറർ പ്ലേസ്മെൻ്റ് ഉണ്ട്. 2 സൈഡിലും ലൈറ്റ് ഉണ്ട്. 2 സൈഡിലും അതുപോലത്തെ ആ ഒരു ഫോളിയോ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റിക് ആണ്. ഇവിടെ ആയിട്ട് നമുക്ക് ക്യാബിനിലെ റീഡിംഗ് ലാംപ്സിൻ്റെ പൊസിഷൻ കാണാം. ഇവിടെയാണ് നമുക്ക് സൺറൂഫിൻ്റെ ഈ ഷെയ്ഡ് ഓപ്പൺ ചെയ്യുന്നത്. ഇതിൻ്റെ ഗ്ലാസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇത് ഫിക്സ്ഡ് മൂൺ ഗ്ലാസ് ആണ്. നമുക്ക് ഇതിൻ്റെ ഷെയ്ഡ് മാത്രം ക്ലോസ് ചെയ്യാൻ പറ്റും. ഷെയ്ഡ് ഇപ്പോൾ ഓപ്പൺ ആണ്. നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ ടച്ച് ബട്ടണാണ്. പ്രസ് ചെയ്ത് കഴിയുമ്പം ഷെയ്ഡ് ക്ലോസ് ആയി വരുന്നതായിട്ട് നമുക്ക് കാണാം. സൺറൂഫ് കണ്ടു. പിന്നെ ഇവിടെ ആയിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓട്ടോ ഡിമ്മിങ് ഇൻസൈഡ് റിയർ വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. നമ്മുടെ ആ മഹീന്ദ്രയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രെയിംലെസ് ആയിട്ടുള്ള മിററാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒന്നും പറയാനില്ല. ഇതിൻ്റെ ഇൻറ്റീരിയറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ, ആ ഒരു ക്വാളിറ്റി മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. നമ്മളെന്തായാലും ഇവൻ്റെ ഫ്രണ്ടിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. നമുക്കിനി ബാക്ക് സീറ്റിൽ അവിടുത്തെ വിശേഷങ്ങളും കൂടെ ഒന്ന് കാണാം. ഇതിലേക്ക് കയറുന്നതിന് മുമ്പേ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഈ ഡോർ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ സൗണ്ട് അത് നിങ്ങളൊന്ന് കേട്ടിരിക്കണമെന്ന് എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട്. ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ശബ്ദമാണ്. അത് എനിക്കറിയില്ല നമ്മുടെ മൈക്ക് പിടിക്കുമോ എന്ന്. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ബാക്ക് സീറ്റിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതിനു മുമ്പ് ബാക്ക് ഡോറിൻ്റെ പാനൽ ഒന്ന് കാണാം. ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്പെൻസും സ്പെയർ ചെയ്യാത്ത നല്ല സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ലെതററ്റ് ആയിട്ടുള്ള ഒരു ഡോർ പാനലാണ് ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഡബിൾ സ്റ്റിച്ചിങ് കാണാം. താഴെയായിട്ട് ഇവിടെ ഒരു മെറ്റാലിക് ഫിനിഷ് കാണാം. ഇവിടെ ഫ്രണ്ടിൽ പറഞ്ഞ അതേ ഒരു ഡോർ ഹാൻഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇതിൻ്റെ ഡിസൈനൊക്കെ. ഇവിടെ ഈ ഒരു ഡോർ തുറക്കുന്ന ആ ഒരു ഹാൻഡിൽ പോർഷൻ ആണെങ്കിലും അതിൻ്റെ ഉൾവശം ലെതറും പുറമേ ഒരു ആൽക്കൻഡേര ഒരു വെൽവെറ്റ് പോലത്തെ ഒരു ഫിനിഷുള്ള മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡൈനോഡിയോടെ ഒരു ട്വീറ്റർ കാണാം. താഴെ ഡൈനോഡിയോടെ സ്പീക്കർ കാണാം. പിന്നെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ആംബിയൻ ലൈറ്റിൻ്റെ സ്ട്രിപ്പ് അവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെയൊക്കെ ഇത് എത്രത്തോളം എനിക്കിത് ക്യാമറയിൽ പിടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് എല്ലായിടത്തും യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കൈ വെക്കുന്ന ആംറസ്റ്റിൻ്റെ പോർഷൻ ആണെങ്കിലും എല്ലാം ഒരു ഡബിൾ സ്റ്റിച്ചിങ് ഉള്ളൊരു പോർഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ലെതറാണ്. വിൻഡോ സ്വിച്ചുകളൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഫംഗ്ഷനുള്ള വിൻഡോസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചീപ്പോട്ടും പരിപാടിയും ചെയ്തിട്ടില്ല ഇതിനകത്ത്. താഴത്തേക്ക് വരുമ്പോൾ നമുക്കിതിനകത്തൊരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ വെക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് നമുക്കിതിനകത്ത് സ്റ്റോറേജ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. 1 ലിറ്ററിൻ്റെ ബോട്ടിൽ ഹാപ്പി ആയിട്ടിരിക്കാം. നമുക്കിനി അകത്തേക്ക് കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പം നമ്മൾ BYD C-Line 7ൻ്റെ റിയർ സീറ്റിലാണ് ഇരിക്കുന്നത്. ഞാൻ മാക്സിമം കംഫർട്ടിലാണ് ഇരിക്കുന്നത്. എനിക്കിതിനകത്ത് ഒരു കോംപ്രമൈസും ഫീൽ ചെയ്യുന്നില്ല. എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. ഇത്രയും ബ്ലാക്ക് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആയിട്ട് പോലും എനിക്കൊരു ക്ലോസ്ട്രോഫോബിയ ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നോർമലി നമ്മൾ ബ്ലാക്ക് ആയിട്ടുള്ള ഈ റൂഫ് ലൈനർ, സീറ്റ്, ഡോറ് എല്ലാം വരുമ്പോഴത്തേക്ക് കുറച്ച് ശ്വാസം മുട്ടുന്നൊരു ഫീലിംഗ് വരും. ഇതിൽ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഇതിൽ എവിടെയാണ് നമുക്ക് ശ്വാസം മുട്ടാൻ എങ്ങനെ അത് പുൾ ഓഫ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. മേ ബി ഇത്രയും ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ടായിരിക്കും. ഇറ്റ്സ് റിയലി ഗുഡ്. ഇനി സീറ്റിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല ഉഗ്രൻ സീറ്റാണ്. നല്ല ലോവർ ബാക്ക് സപ്പോർട്ടുണ്ട്. നല്ല ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല കുഷനാണ്. പ്രത്യേകം എടുത്ത് പറയണം. പിന്നെ ഇത് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് സീറ്റ് കിടക്കുന്നത്. എൻ്റെ ഹൈറ്റ് 5 feet 10 ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഞാൻ ഇങ്ങനെ ഇരുന്നാലും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. അത്ര ലെഗ് സ്പേസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഫുഡ് റൂമും ഗംഭീരമായിട്ടുണ്ട്. ഇത് ഫിക്സ്ഡ് ഹെഡ് റെസ്റ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന ആളുടെ കഴുത്തിൽ ഇങ്ങനെ വേണമെങ്കിൽ ഈക്കിളൊക്കെ ഇട്ട് കളിക്കാം. ജോക്സ് അപ്പാർട്ട്. പിന്നെ ഫ്രണ്ടിലെ സെൻട്രൽ കൺസോളിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് 2 AC വെൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് 2 ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു USB-A പോർട്ടും ഒരു USB-C പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സീറ്റുകളുടെ ബാക്കിലായിട്ട് 2 മൊബൈൽ ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു മാഗസിൻ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. സെയിം ഇപ്പുറത്തെ സൈഡിലുണ്ട് 2 മൊബൈൽ ഹോൾഡറും മാഗസിൻ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓവറോൾ ഒരു ഡിസൈൻ തന്നെ ഒരു വെറൈറ്റിയാണ്. നമുക്ക് സാധാരണ നമ്മൾ കണ്ട് ശീലമില്ലാത്ത ഒരു തരത്തിലുള്ള ഒരു വെറൈറ്റി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്.
ക്യാബിൻ ലാംപ്സ് ആണെങ്കിലും ക്യാബിൻ ലാംപ്സ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് അതിന് ചുറ്റും ഒരു നീല ലൈറ്റ് ഇങ്ങനെ റിങ് പോലെ കത്തും. ലാമ്പ് നമ്മൾ അതിലിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ ഓൺ ആവും. നല്ല ബ്രൈറ്റാണ്. ചെറുതാണെന്ന് വിചാരിച്ചാൽ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, നല്ല ബ്രൈറ്റാണ്. പിന്നെ എല്ലാ സീറ്റിലും ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഗ്രാബ് ഹാൻഡിലും ഉണ്ട്. അപ്പുറത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ പാസഞ്ചറിന് ഒരു പ്രോപ്പർ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദിസ് ടൈം ഹെഡ് റെസ്റ്റിൻ്റെ തിക്നെസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ബാക്കി ഇരിക്കുന്ന ആളെ ശരിക്കും വാല്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ആളില്ലാത്ത സമയത്ത് നമുക്ക് ഇതിലിങ്ങനെ പിടിച്ച് വലിക്കുക. നല്ല സൂപ്പർ ഒരു ആംറസ്റ്റ് കിട്ടും. ആംറസ്റ്റിനകത്ത് ഒരു സ്പേസ് ഉണ്ട്. ഇത് മാഗ്നറ്റിക് ആണ്. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു ക്യാപ്പ് മാഗ്നറ്റിക് ആണ്. ഞാൻ ആദ്യം വിചാരിച്ച് സ്പ്രിംഗ് ലോഡഡ് ആയിരിക്കും എന്ന്. നമ്മളിങ്ങനെ വിടുമ്പോൾ മാഗ്നറ്റിക് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ 2 കപ്പ് ഹോൾഡർ ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്ന കാണാം. ക്ലോസ് ചെയ്യുക, ആവശ്യം കഴിയുമ്പോൾ ഇവിടെ ചാരി വെക്കുക. പിന്നെ മിഡിൽ പാസഞ്ചറിന് ഒരു പ്രോപ്പർ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ബാക്കിലിരിക്കുന്ന പാസഞ്ചേഴ്സിൻ്റെ തലയുടെ മുകളിൽ അത് തലയും കഴിഞ്ഞ് പിന്നെയും പുറകിലേക്ക് ബാക്കിൽ മൂൺ റൂഫ് വരുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ് അല്ല, അതുകൊണ്ട് കൊച്ചുകുട്ടികൾ ഇറങ്ങി പുറത്തോട്ട് ചാടി പോകുന്നുള്ള പേടി വേണ്ട, സേഫാണ്. കുറച്ച് വിശേഷങ്ങളും കൂടെ ഉണ്ട്, അതെന്തായാലും ബാക്കിൽ ഇരുന്ന് തന്നെ പറഞ്ഞിട്ട് പോകും, അതായിരിക്കും നല്ലത്. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഒരു എയർ ബാഗ് ഉള്ള ഒരു വെഹിക്കിൾ ഞാൻ കണ്ടിട്ടില്ല. സീലേൺ 7 11 എയർ ബാഗ് ഉണ്ട്. ഈ ഒരു വെഹിക്കിളിനകത്ത് 11 എയർ ബാഗ് ഉണ്ട്. ഞാൻ യൂഷ്വലി ഇങ്ങനെ ടോക്ക് സംഭവിക്കാത്തതാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ സെയിൽസിൽ നിൽക്കുന്ന അദ്ദേഹത്തിനോട് ഞാൻ നിതിൻ എന്ന് പറഞ്ഞൊരു പുള്ളിയോട് ഞാൻ ചോദിച്ചു, എവിടെയൊക്കെയാണ് ഇതിൻ്റെ എയർ ബാഗ് വരുന്നതെന്ന്. നമ്മൾ ചുമ്മാ ബ്ലഫ് ചെയ്യാൻ പാടില്ലല്ലോ. റെഗുലർ നമ്മുടെ വരുന്ന പോലെ സ്റ്റിയറിങ്ങിൽ, ഫ്രണ്ടിലെ ഡാഷ്ബോർഡിൽ, സീറ്റിൻ്റെ 2 സൈഡിൽ, ബാക്കിൽ 2 ഡ്രൈവർ സീറ്റിൻ്റെയും കോ ഡ്രൈവർ സീറ്റിൻ്റെയും ഈ നമ്മുടെ ലോവർ ബാക്കിൻ്റെ സൈഡിൽ നിന്നായിട്ട്, പിന്നെ ഈ 2 സീറ്റിലിരിക്കുന്നവർ തമ്മി ഇടിക്കുന്ന വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് കൂട്ടിയിടിച്ച് അവർക്ക് 2 പേർക്കും ഡാമേജ് ഉണ്ടായിരിക്കാൻ ഇതിൻ്റെ ഇടയിലൊരു എയർ ബാഗ്. പിന്നെ ഫുൾ ലെങ്ത് കട്ടൺ എയർ ബാഗ്. ബാക്കിലും ഈ പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ ലോവർ ബാക്കിന് ഡാമേജ് ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് എയർ ബാഗ്. അപ്പോൾ മൊത്തം എണ്ണി വരുമ്പം 11 എയർ ബാഗ് ഉണ്ട് ഈ വണ്ടിക്കകത്ത്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ട കാര്യം പോലും ഇല്ല, അതെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ADAS ലെവൽ 2ൻ്റെ ഭാഗമായിട്ടുള്ള സകലമാന ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ലെയിൻ കീപ്പ് അസിസ്റ്റ്, ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ്, ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറ, ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ്, സിറ്റി എമർജൻസി ബ്രേക്കിംഗ്, ക്രോസ് ട്രാഫിക് അലേർട്ട്. എന്താ ഇതിനകത്ത് ഇല്ലാത്തതെന്ന് അറിയാൻ വയ്യ. സകലമാന ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് കൊടുക്കുക, വണ്ടി തന്നെ ഓടിച്ചുകൊണ്ട് പോകുന്നുള്ളൂ. അതൊഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇത്രയും ഈ സേഫ്റ്റി ടെക്കിൻ്റെ പുറമെയാണ് 11 എയർ ബാഗും കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി മമ്മൂട്ടി പറയുന്ന പോലെയാണ്, ഞാൻ എപ്പോൾ ചാവണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. സെയിം തിങ്. കൊള്ളാം. ഇന്നത്തെ വീഡിയോ എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത് BYDയുടെ EVM സൗത്ത് കോസ്റ്റ്, എറണാകുളത്തുള്ള BYDയുടെ മേജർ ഡീലറാണ്. ഇദ്ദേഹം ഇവിടുത്തെ സെയിൽസ് മാനേജറാണ്. ഷിജു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹമാണ് എനിക്ക് ഇവിടുത്തെ എല്ലാ ഹെൽപ്പും ചെയ്തു തന്നത്. അപ്പോൾ BYDയിൽ എന്ത് തരത്തിലുള്ള എൻക്വയറി വേണമെന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഇവിടുത്തെ ഷോറൂമിൻ്റെ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ ഇനി സീലേൺ 7ൻ്റെ ഡ്രൈവിന് പോവുകയാണ്. ഇദ്ദേഹമാണ് നമ്മുടെ കൂടെ ഡ്രൈവിന് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ധനേഷ്. അപ്പം ഞാനും ധനേഷ് ഏട്ടനും കൂടെ ഒന്ന് ഡ്രൈവിന് പോയിട്ട് വരും. അപ്പം നമ്മൾ BYD സീലേൺ 7 ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓൾ വീൽ ഡ്രൈവ് വേരിയൻ്റ് ആണ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിനകത്താണ് ഫുൾ പവർ ഉള്ളത്. മറ്റേ 530 ഹോഴ്സ് പവർ, 690 ന്യൂട്ടൺ ടോർക്ക്, 0 to 100 in 4.5 seconds. ബേസിക്കലി റോക്കറ്റാണ്. ഈ ഒരു സൈസും ഈ ഒരു ക്യൂട്ട്നെസ്സും കണ്ടിട്ട് ആരും അങ്ങോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ച് വന്നത്. സീലേൺ 7 വന്നിട്ട് ഒരു 82 kWh ലിഥിയം ബാറ്ററിയാണ് വരുന്നത്. ഇവരുടെ ബ്ലേഡ് സെൽസ് ആണ്. മറ്റേ അൾട്രാ സ്ലിം ആയിട്ടുള്ള ഏറ്റവും സേഫ്റ്റി ഉള്ള ബാറ്ററിയാണ്. നമ്മൾ ഈ ആണിയൊക്കെ കുത്തി കയറ്റിയാലും ഒന്നും പറ്റത്തില്ല എന്ന് പറയുന്ന ബാറ്ററിയാണ്. അടിപൊളി സാധനമാണ്. 150 kW നമുക്ക് മാക്സിമം ചാർജിങ് സ്പീഡ് കിട്ടും. ഒരു 500 കിലോമീറ്റർ അടുപ്പിച്ച് നമുക്ക് റിയൽ വേൾഡ് റേഞ്ച് കിട്ടും. ഒരു പക്ക പ്രാക്ടിക്കൽ ഫാമിലി കാർ. സീൽ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ സീൽ നമ്മുടെ ഈ നാട്ടിലെ റോഡിൽ ഓടിക്കാനായിട്ട് അത്ര സുഖം ഉണ്ടാകത്തില്ല. കാരണം അടിവശം തട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ടാണ് BYD നേരെ സീലേൺ എന്ന് പറഞ്ഞ് ഈ സാധനം ഇറക്കിയത്. ഇത് സീൽ തന്നെയാണ്,
സീലിനെ ഒന്നിങ്ങനെ ഒരു സൂചി കൊണ്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ ഒന്ന് ചാടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഈ വണ്ടി. ഒന്ന് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഒന്ന് പൊക്കി നമ്മുടെ നാട്ടിൽ അനുയോജ്യമായിട്ടുള്ള ഒരു രീതിയിൽ ഒന്ന് ഒരു ഇച്ചിരി ഒരു SUV സ്റ്റാൻഡ്സ് ഒക്കെ കൊടുത്ത് ഒരു അന്തസ്സിൽ ഇറക്കിയിട്ടുണ്ട്. ഇത് ആക്ച്വലി കൊള്ളാം. നമുക്ക് ഒന്ന് കാല് കൊടുക്കണമെന്നുണ്ട്, പക്ഷേ നല്ല മഴയാണ്, ട്രാഫിക്കും അത്ര അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ സ്പോർട്സ് മോഡിൽ ഇട്ടിട്ട് കുറേ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഒന്ന് കാല് കൊടുക്കാനായിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കട്ടെ. അതാവേ ഗെയിം കളിക്കുന്ന പോലെ. ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിലും ഈ ഒരു റോഡ് കണ്ടീഷനിലും ഓൾ വീൽ ഡ്രൈവ് വെഹിക്കിളാണ് കുറച്ചുകൂടെ സേഫ്. കാരണം ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾ ഇൻഹെറൻ്റ്ലി സേഫാണ്, നമുക്കറിയാമല്ലോ. അങ്ങനെ സ്ലിപ്പോ ഈ വണ്ടി കയ്യിൽ നിന്ന് പോകുന്ന ഇഷ്യൂസ് ഒന്നും വരില്ല. പക്ഷേ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾസിന് അങ്ങനെയല്ല. നമ്മൾ ഒരുപാട് പവറുള്ള വെഹിക്കിൾസ് റിയർ വീൽ ഡ്രൈവ് ഓടിച്ച് ശീലമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് വണ്ടി തന്നെ പോവും. റോഡിൽ ഓടിക്കുന്നതിന് പകരം ഡിവൈഡറിൽ കൂടെ ഓടിക്കേണ്ടി വരും. അപ്പം ഓൾ വീൽ ഡ്രൈവ് ആകുമ്പോഴത്തേക്ക് ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ടാവും. അതായത് ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി ഒന്ന് ചാടിപ്പോയാൽ അവൻ പിടിച്ചോ. ഇങ്ങനെയാണ് സീലൈൻ 7 ഓടിക്കുമ്പോൾ ഉള്ളൊരു പുറത്തേക്കുള്ളൊരു വ്യൂ വരുന്നത്. നല്ല കമാൻഡിങ് ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ്. ഡാഷ്ബോർഡ് നല്ല ലോയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് നല്ല വിസിബിലിറ്റിയാണ് ഓൾ റൗണ്ട്. ഇപ്പോൾ നമ്മൾ സീലൈൻ 7 സ്പോർട്സ് മോഡിലാണ് കിടക്കുന്നത്. സൈഡിൽ നമ്മുടെ അഡ്വൈസർ ധനേഷ് ചേട്ടൻ സൈഡിൽ ഇരിപ്പുണ്ട്, ജീവൻ കൈ പിടിച്ചായിരിക്കുന്നത്. പുള്ളിയെ ഒരുപാടൊന്ന് പേടിപ്പിക്കാൻ ഞാനൊന്ന് കാലോട്ട് നോക്കാൻ പോവാം. റെഡി, 1 2 3. 530 ഹോഴ്സ് പവർ. യെസ്, മാതാവേ, ഒന്നുമില്ല, റോക്കറ്റാണ്. വേറെ ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയത്തൊക്കെ വേറെ ഒരു പേരും പറയാനില്ല. അതായത് പുറകിൽ നിന്ന് ഇങ്ങനെ നമ്മളെ എടുത്ത് ഇങ്ങനെ എറിയുന്ന പോലത്തെ ഫീലിംഗ് ആണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ. പവർ, ടോർക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ആരും ടെൻഷനേ അടിക്കണ്ട, നമ്മളെ വലിച്ചുകൊണ്ടങ്ങ് പൊക്കോളും. സീലൈൻ 7 നമുക്ക് 19 ഇഞ്ചിൻ്റെ അലോയ്സാണ് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും 19 ഇഞ്ച് അലോയ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി കംഫർട്ട് കുറവായിരിക്കും എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. ധാരണയാണല്ലോ, തെറ്റല്ല. ഇപ്പം എക്സ്പാൻഷൻ ഗ്യാപ്പ് കാര്യങ്ങൾ കുഴികളൊക്കെ ചാടിയിട്ടും അങ്ങനെ പറയത്തക്ക അൺസെറ്റിലിംഗ് ആയിട്ടുള്ള ഒരു ചാട്ടവും ബഹളവും ഒന്നും ഇല്ല കേട്ടോ. വളരെ കമ്പോസ്ഡ് ആയിട്ടുള്ള ഇത് ഒരു പ്രോപ്പർ ഒരു ജർമ്മൻ കാർ ഓടിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. കാരണം BYD എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങനെ ഒരു ബ്രാൻഡ് ലെഗസി ഇല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി ഉള്ള ബ്രാൻഡൊന്നും അല്ല. എനിക്ക് തോന്നുന്ന 1995 ശേഷം എന്ത് ഫോമായിട്ട് ബ്രാൻഡാണ്. അപ്പോൾ ഇത്രയും ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ വേൾഡ് ലീഡേഴ്സ് ഇൻ ഇലക്ട്രിക് കാർ മാനുഫാക്ചറിങ്, വേൾഡ് ലീഡേഴ്സ് ഇൻ അഡ്വാൻസ്ഡ് ബാറ്ററി മാനുഫാക്ചറിങ്, ടൊയോട്ട പോലുള്ള ലെഗസി മാനുഫാക്ചറേഴ്സ് BYD നിന്ന് ബാറ്ററി വാങ്ങിയിട്ട് അവരുടെ ഇലക്ട്രിക് കാർസിനകത്ത് യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോട്ട് എ സ്മോൾ തിങ്. വലിയൊരു കാര്യം തന്നെയാണ്, അതൊരു അംഗീകാരമാണ് BYD സംബന്ധിച്ച്. ഇപ്പം നമ്മൾ ക്രൗൺ പ്ലാസയുടെ നേരെ മുമ്പിലുള്ള ആ പാലത്തിലാണ്. ആ പാലത്തിൽ എന്തുമാത്രം ഒരു ഹമ്പുണ്ട്, എത്ര ഇറഗുലർ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കൊച്ചി നിവാസികൾക്ക് പ്രത്യേകിച്ച്. ഇപ്പം പാലം എക്സിറ്റ് ചെയ്യാൻ പോവുകയാണ്. വല്ലതും അറിഞ്ഞോ? ഒന്നും അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമുക്കിനി അടുത്ത ഒരു ജമ്പുണ്ട്. ആ ജമ്പ് സാധാരണ കയറുമ്പോൾ നമ്മൾ ബ്രേക്ക് ഔട്ടിയില്ലെങ്കിൽ ബാക്കി ഇരിക്കുന്ന ആൾ നമ്മുടെ കൂടെ വന്നിരിക്കും. ഇതിലെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ചാടും, പക്ഷെ നല്ല ഡാമ്പിങ് ആണ്. കൊള്ളാം. എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഇമേജ് ഉടച്ച് വാർത്തൊരു ദിവസമാണ്. BYD സീലൈൻ 7 ഈസ് അബ്സല്യൂട്ട്ലി വർത്ത് ദ മണി. കൊടുക്കുന്ന പൈസയ്ക്ക് 100% വർത്താണ്. ഇപ്പോൾ സീലൈൻ 7 നമ്മളൊന്ന് യൂട്ടേൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്രയും വലിയൊരു വണ്ടിയായിട്ട് പോലും യൂട്ടേണിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ പറ്റുപോയി. ഈ ഡ്രൈവ് നമ്മൾ തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഈ ഒരു പോയിന്റ് വരെ ഞാൻ ഇതിൻ്റെ സ്പോർട്സ് മോഡിൽ നിന്ന് മാറ്റിയിട്ടില്ല. സാധാരണ വെഹിക്കിൾസിന് സ്പോർട്സ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാല് കൊടുത്താലും ഇല്ലേലും ആക്സിലേറ്ററിന് മുകളിൽ കാലുണ്ടെങ്കിൽ ഇത് എപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ ജെർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് എക്സ്റ്റെൻസീവായിട്ട് ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ ഡ്രൈവ് ചെയ്യാൻ നമുക്കിപ്പോൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം ഓപ്പണായിട്ട്. വണ്ടിക്ക് പിക്കപ്പ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ട്യൂണിങ് തുമ്പത്തായിരിക്കും കൊണ്ടുവെക്കുന്നത് ഈ ആക്സിലേറ്ററിൻ്റെ. ഇതിലങ്ങനല്ല. നമ്മൾ സ്പോർട്സ് മോഡിൽ ഇട്ടിട്ട് അത്യാവശ്യം സോഫ്റ്റായിട്ട് കാല് കൊടുത്താൽ സാധാരണ ഓടുന്ന പോലെ തന്നെ ഓടും. പക്ഷെ കാല് കൊടുത്താൽ വേറെ ആളാ കേട്ടോ, ഐറ്റം മൊത്തത്തിൽ മാറും. അന്നേരം ഈ വണ്ടിയുടെ അതിമാരക പവർ സഹിച്ച് എന്നെ വിശ്വസിച്ച് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചുകൊണ്ട് എത്തിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ എൻ്റെ കൂടെ ഇരുന്ന ധനേഷ് ചേട്ടനെ, നമ്മുടെ അഡ്വൈസറാണ്, നമ്മുടെ കൂടെ വന്നതാണ്, ജീവൻ കൈ പിടിച്ചിരിക്കുകയായിരുന്നു പാവപ്പെട്ട മനുഷ്യൻ. ധനേഷ് ചേട്ടന് എൻ്റെ വക ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ അടുത്ത വണ്ടി വരുമ്പം, അടുത്ത വീഡിയോയ്ക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ ചേട്ടൻ തന്നെ ഉണ്ടാവണം. അപ്പോൾ
ബൈ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ BYD C-Line 7 ഇന്നത്തെ വീഡിയോ. C-Lineൻ്റെ എല്ലാ ആസ്പെക്ട്സും ഞാൻ കൺസിഡർ ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു വളരെ സോളിഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അതായത് ഇലക്ട്രിക് കാറുകളുടെ ടൊയോട്ട എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് BYD ഇന്നിപ്പോൾ. അതൊരു സ്ട്രെച്ചല്ല, ആക്ച്വലി ഒരു ഫാക്റ്റാണ്. കാരണം ഒരു 5 വർഷം മുമ്പ് BYD ബിൽഡ് യുവർ ഡ്രീംസ് എന്ന് കേട്ട് കഴിയുമ്പം അത് ഏത് ബ്രാൻഡ് എന്ന് ചോദിച്ചിരുന്നൊരു സ്ഥലത്തു നിന്നും BYDയുടെ ഇലക്ട്രിക് കാറാണോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ റിലയബിലിറ്റി, അവരുടെ ബാറ്ററി ടെക്ക്, അവരുടെ ക്വാളിറ്റി, ഓവറോൾ വെഹിക്കിൾസിൻ്റെ ക്വാളിറ്റി എല്ലാം ഓൾറെഡി ആളുകൾ മനസ്സിലാക്കി BYD അത് പ്രൂവ് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ കാണുന്ന അവസ്ഥയിലേക്ക് BYD എത്തിയത്. സോ ഇഫ് യു ഹാവ് ദ ബഡ്ജറ്റ്, റിലയബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് കാർ വേണമെന്നുണ്ടെങ്കിൽ BYD is the only option as of right now. Thank you so much for watching. We will see you in the next one. Bye. ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെയൊക്കെ ഡാഡി, ദ ബിഗ് ഡാഡി, ഈ സൈഡിൽ ലുക്സാണോ ബെറ്റർ അതോ ഞാൻ അപ്പുറത്തെ സൈഡിൽ പോകുമ്പോഴാണോ ബെറ്റർ? അതായത് ഇതിനകത്ത് ഇരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും അപകടം വന്ന് ആൾക്ക് എന്തെങ്കിലും തട്ടുകേട് സംഭവിക്കണമെങ്കിൽ അത് ശരിക്കും കാലം തന്നെ വിചാരിക്കണം. താങ്ക് യു so much for watching. Oh.